Hey guys, welcome back to my YouTube channel. ഇന്നത്തെ ഈ വീഡിയോ ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. അതായത് ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച റിസോർട്ട്. ഇന്നലെ നൈറ്റാണ് വന്ന് കയറിയെന്ന് മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നലെ നൈറ്റ് അറിയാൻ പറ്റിയില്ല. എനിക്കിഷ്ടപ്പെട്ടു. രാവിലെ എണീറ്റ് നോക്കിയപ്പം ഫുള്ള് പച്ചപ്പും ഹരിതാപയൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലം. ഇന്നലെ ഞാൻ നിന്ന കോട്ടേജ് ഇതാണ് കേട്ടോ. ഇവിടെ ഇതേപോലത്തെ ഒരേപോലെ തോന്നിക്കുന്ന കുറേ കോട്ടേജുകളാണ് ഉള്ളത്. ഇവിടെ സ്പോർട്സിന് പറ്റിയ കുറേ ഏരിയ ഉണ്ട്. അതായത് ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ബാഡ്മിൻ്റൺ, അമ്പം വില്ലയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത്, അങ്ങനെ കുറേ സ്പോർട്സിന് പറ്റിയ ഏരിയകൾ ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇത് അത്ര പ്രൈസും വരുന്നില്ല. എനിക്ക് തോന്നുന്നു 1000-1500 വരുന്നുള്ളൂ പെർ പേഴ്സൺ എന്ന് തോന്നുന്നു ഫോർ വൺ ഡേ. ഇവിടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ വാട്ടർ ഡാൻസിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ചീപ്പായിട്ട്, കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ട് കിട്ടുന്ന ഒരു റിസോർട്ടാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇന്നലെ എല്ലാവരും കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഇവരെല്ലാവരും എണീക്കാൻ ലേറ്റ് ആവുമെന്ന് എനിക്കറിയായിരുന്നു. സോ എനിക്ക് ഒറ്റയ്ക്ക് ഒരു വാക്ക് എടുക്കണം, എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു 6:30-7 മണിയായപ്പോൾ തന്നെ ഞാൻ എണീറ്റ് നടക്കാൻ വന്നിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫീല്. ഈ ഒരു റിസോർട്ട് മൊത്തം എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് വന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഇവിടെ ലേക്ക് ഉണ്ട്, വാട്ടർ സ്പോർട്സും കുറച്ചൊക്കെ ഉണ്ട്, ബോട്ടിങ്, കയാക്കിങ് ഒക്കെ. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. ബാംഗ്ലൂരിൻ്റെ ഈ തിരക്കിൽ നിന്നൊക്കെ മാറി നമുക്കൊരു 2 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലേസാണ്. ഇവിടെ അടുത്തായിട്ട് ഒരുവിധം എല്ലാ സ്ഥലത്തും ഊഞ്ഞാലുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നുമായിട്ട് ഒരുവിധം എല്ലാ ഊഞ്ഞാലും കയറി കുറേ നേരം ആടി ഊഞ്ഞാലാടണം എന്നുള്ള ഒരു ആഗ്രഹം ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ആ ഒരു ചെറിയൊരു തണുപ്പും എന്താ പറയുക, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ആംബിയൻസ് അല്ലേ. സോ ഇരുന്നിങ്ങനെ പാട്ടും വെച്ച് നമുക്ക് ആടുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു സുഖം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് എത്തിയപ്പോഴേക്കും എൻ്റെ റൂംമേറ്റ്സ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കിഡ്സ് സെഷനിൽ പോയിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. കുറേ കാലമായി ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. പിന്നെ ഈ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ആ റോപ്പ് മേലെ പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ഇത്. പക്ഷേ ഇതിൻ്റെ മേലത്തെ റോപ്പ് അവർ അവിടെ എനിക്കറിയില്ല, അവിടെ കണ്ടില്ല. സോ ഞാൻ അവർ റിസ്ക് എടുക്കാൻ നിന്നില്ല. വീഴോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എനിക്ക് ബാലൻസ് വളരെ കുറവാണ്. സോ ഞാൻ അതിൻ്റെ ഒരു റിസ്ക് എടുത്തില്ല. ഞാനിത് മുമ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ കുറേ പ്രഹസനങ്ങൾ, ഇതൊക്കെ വെറും പ്രഹസനമാണ്. അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ധ്യാനിക്കുന്ന പോലെ ഇരുന്നതൊക്കെയാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചിരിപൊട്ടി, അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് അവിടെ തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു സ്പ്ലെൻഡിഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പുലാവ്, ഇഡ്ഡലി, ബ്രെഡ്, ഫ്രൂട്ട്സ്, പക്കോട, മുട്ട എത്ര വേണമെങ്കിലും എടുക്കാമായിരുന്നു. കാണുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആയപ്പോഴേക്കും വെയിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ പോയിട്ട് ഇരുന്ന് ചില്ല് ചെയ്തു. നമ്മൾ കുറച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പോയിരുന്ന് ചില്ല് ചെയ്തു. അപ്പോഴാണ് ഞാൻ കുറച്ച് താറാകൂട്ടത്തിനെ കണ്ടത്. ഞാൻ അതിൻ്റെ പിന്നാലെ പോയി അതിനൊന്ന് കൊഞ്ചിക്കാൻ വേണ്ടി പറ്റുമോ നോക്കി. പക്ഷേ പൂച്ചയുടെ അടുത്ത് പോയ സെയിം അനുഭവം തന്നെ, തിക്ക അനുഭവം കിട്ടി എനിക്ക്. പുച്ചടിച്ച് പോകണ്ടുമ്പോഴെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി. പേടിച്ചിട്ട് അത് തോന്നുന്നു, അവരങ്ങനെ ഓടിപ്പോയി. പിന്നെ ഞാൻ ഈ ഒരു തൂവൽ കണ്ടു. ഈ തൂവൽ ഞാൻ ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട്, ഒരു സുവനിയർ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറക്കി കൊണ്ടുവരും, കല്ലോ ഇതുപോലെ തൂവലോ എന്തെങ്കിലുമൊക്കെ. എനിക്കതൊരു ഹോബിയാണ്. അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും, ഞാനിത് അവിടെ നിന്ന് എടുത്തതാണെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സംഭവങ്ങൾ കളക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലേക്കിൻ്റെ അവിടെ പോയി. ഒടുക്കത്തെ വെയിലായിരുന്നു. പക്ഷേ എന്നാലും കയാക്കിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കയാക്കിങ് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ക്യൂട്ട് ഡോഗ് ഇതാണ്, ലാബാണ്. ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ. അത് നമ്മുടെ കൂടെ കയാക്കിങ്ങിന് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ ആദ്യമായിട്ട് കയാക്കിങ് ചെയ്യാണ്. സോ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ അവിടെ മുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഇറങ്ങി. കാരണം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ കൂടെ മുമ്പ് കയാക്കിങ് ചെയ്തിട്ടുള്ള ഒരാളും കൂടെ കൂട്ടി. അപ്പം ഒന്ന് പേടി കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കയാക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ജലദോഷവും പനിയൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും സ്പെഷ്യലാണല്ലോ. അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസും എനിക്ക് നല്ലോണം സ്പെഷ്യലാണ്. എനിക്ക് ബാക്കിലിരുന്ന റമീസ് എങ്ങനെയാണ് തുഴയേണ്ടതെന്നൊക്കെ പറഞ്ഞു തരായിരുന്നു. എനിക്കറിയണ്ടായിരുന്നില്ല. ഒരുവിധം ഒക്കെ ശരിയായി ഞാൻ ചെയ്തു എന്നാണ് റമീസ് പറഞ്ഞത്. എൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കപ്പാസിറ്റിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോഴേക്കും എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു കേട്ടോ. ഇതെപ്പോഴും എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ് ഈ ഫിഷ് മീൽസ് എന്ന് പറയുന്നത്. ഇത് കഴിച്ചിട്ട് ഞാൻ പിന്നെ ഫുൾ ഉറക്കമായിരുന്നു. എനിക്ക് അത്രത്തോളം വയ്യാണ്ടായി. കാരണം ഞാൻ ആകെ 3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അതുപോലെ തന്നെ നല്ലോണം വെയിലത്ത് നടന്ന് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.